തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ഈ ടീം അംഗങ്ങളെ സ്വർഗത്തിലെ ദൈവം എത്തിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനും മനുഷ്യരോട് അറിയിക്കുവാൻ ഒരു സദ്വാർത്തയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരോട് കൂടെ പാർക്കണം, ആ ചിന്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഈ യുഗം അവസാനിക്കും. പ്രിയ സ്നേഹിതരെ, സമയമൊട്ടുമില്ലാതെ ജോലിക്ക് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും നാം ഓടുകയാണ്. അതിനിടയിൽ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരു സമയം നൽകിയിരിക്കുകയാണ്. ഇതിനിടയിൽ മരണം നമ്മളെ കൊണ്ടുപോകും. അതിനു മുമ്പ് തിരിഞ്ഞു ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുന്നു. 15-20 മിനിറ്റ് ഈ സദ്വാർത്ത കേൾക്കുവാൻ വളരെ താഴ്മയോടുകൂടെ നിങ്ങളുടെ സമയത്തെ ചോദിച്ചുകൊള്ളുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രജപാലക ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടും തന്നു തിങ്കൾ തലപാടി ഗോറിയാ. തിങ്കൾ തലപാടി ഗോറിയാ. താരകം തന്നെ നോക്കി യാത്തിടയർ നടന്നു. താരകം തന്നെ നോക്കി യാത്തിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ
കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകാരാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാനവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാനവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങിരുന്നു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ കാപ്പാത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകാരാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഈ മഹാപ്രപഞ്ചത്തിന്റെ ചെറുകണിയായി ഭൂമിയിലെ അനേക രാജ്യങ്ങളിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളത്തിന്റെ ഒരു ചെറിയ ഭാഗമായ ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് റോഡിൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന് സമീപം അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു അരുളപ്പാടുമായി മാനവകുലത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മെ പോലെ മരണമില്ലാത്ത നമ്മളുടെ സ്വർഗസ്ഥ പിതാവിന് ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ച് മരണത്തിലും പെട്ടുപോയ നമ്മളോട് പറയുവാനുള്ള സന്ദേശമാണ് നിങ്ങളെ ഇപ്പോൾ ഞങ്ങൾ അറിയിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, മാനവകുലത്തിന്റെ നിയമനത്തെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പല നിയമനങ്ങളുമുണ്ട്. ഗവൺമെന്റ് ഓഫീസിൽ നിയമനമുള്ളവരുണ്ട്, പ്രൈവറ്റ് ഓഫീസിൽ നിയമനമുള്ളവരുണ്ട്, നമ്മുടെ ജോലിയിൽ, നമ്മുടെ വർക്ക്ഷോപ്പിൽ നിയമനമുള്ളവരുണ്ട്, നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് മെഡിക്കൽ ഷോപ്പിൽ നിയമനമുള്ളവരുണ്ട്, വണ്ടിയിൽ ഡ്രൈവറായി, കിളിയായി, ക്ലീനറായൊക്കെ നിയമനമുള്ളവരുണ്ട്. പല രീതിയിൽ ഓരോ നിയമനങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഏത് നിയമനങ്ങളിൽ ജീവിച്ചാലും കുറച്ചു നാൾ ആ നിയമനത്തിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ മരണം നമ്മളെ കീഴടക്കും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാർ മാറ്റപ്പെട്ടതുപോലെ നാമും ഇവിടുന്ന് മാറ്റപ്പെടും. എന്നാൽ അത്യുന്നതനായ ദൈവം നമ്മളെ എന്തിനായി നിയമിച്ചിരിക്കുന്നു? ഈ ഒരു സന്ദേശം നിങ്ങളെ അറിയിച്ച്, യേശുക്രിസ്തു ഭൂമിയിൽ അറിയിച്ച രാജ്യത്തെ സുവിശേഷം പ്രിയമക്കളെ നിങ്ങളെ അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിയമനം ജാതിയില്ലാത്ത, മതമില്ലാത്ത സൃഷ്ടാവായ ദൈവം, മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലെ സംഘടനയിലൊക്കെ കുടുങ്ങി മരണത്തിൽ കുടുങ്ങി കിടക്കുന്ന നമ്മളോട് അറിയിക്കുന്ന തന്റെ നിയമനം എന്താണെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ ഒരു ഭാഗം 1 തെസ്സലോനിക്കർ 5:9 മുതൽ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മളെ
കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്, നമ്മളെ അടിക്കാനല്ല നിയമിച്ചിരിക്കുന്നത്, നമ്മളെ കൊല്ലാനല്ല നിയമിച്ചിരിക്കുന്നത്. പകരം നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ശ്രദ്ധിച്ചത് മാർട്ടിസ്പോയൻ, നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. തൃപ്പൂണിത്തുറ നിവാസികളെ, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന നിവാസികളെ ശ്രദ്ധിക്കുക. നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത് ദൈവത്തോടുകൂടെ ജീവിക്കാനാണ്. പക്ഷെ ദൈവത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ നമുക്ക് കഴിയില്ല. കാരണം നാം ഒരു മരണക്കുടുക്കിലാണ്, പാപക്കുടുക്കിലാണ്. ആ പാപക്കുടുക്കിൽ നമ്മൾ രക്ഷിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നു, നമ്മളെ സർക്കാർ ഓഫീസിൽ നിയമിച്ചിരിക്കുന്നു. ഇതാ നമ്മളെ ഗൾഫിൽ അല്ലെങ്കിൽ US അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു കമ്പനിയിൽ, ഒരു ആശുപത്രിയിൽ, ഇതാ ഒരു കടയിൽ നമ്മളെ നിയമിച്ചിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത് കുറച്ചു നാളത്തെ ഭൂമിയിലെ നിയമനം കഴിഞ്ഞ് മരിച്ചു പോകാനല്ല. പകരം ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത് നാം ദൈവത്തോടുകൂടെ ജീവിപ്പാനാണ്. നാം ദൈവത്തോടു കൂടെ ജീവിപ്പാനാണ്. അതിനുവേണ്ടി എന്തു വേണം? തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ആദ്യം നാം രക്ഷ പ്രാപിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം സർവ്വ സൃഷ്ടികൾക്കും സർവ്വ രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരും അറിയിക്കും. അതോടെ ഈ യുഗം അവസാനിക്കും. എന്താ രാജ്യത്തിന്റെ സുവിശേഷം? വേറൊന്നുമല്ല, ദൈവത്തോടുകൂടെ ജീവിക്കുന്ന അവസ്ഥയാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. അതാണ് നമ്മുടെ നിയമനം. അതിനായി നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതാണ് ദൈവത്തിനായി യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, ദൈവം നിന്നോടുകൂടെ പാർക്കുവാൻ, നീ ദൈവത്തോടുകൂടെ പാർക്കുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ മാനസാന്തരപ്പെടണം. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും നിന്റെ സ്റ്റാൻഡേർഡ് ആ വിശുദ്ധിയിലേക്ക് മാറും. അങ്ങനെയെങ്കിൽ നിനക്ക് ദൈവത്തോടു കൂടെ ജീവിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ നിയമനം, ഇതാണ് രാജ്യത്തെ സുവിശേഷം. അപ്പോ മരണമുള്ള മനുഷ്യർക്ക് മരണമില്ലാത്ത പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ നമ്മളുടെ സ്വർഗസ്ഥ പിതാവായ ആ ദൈവത്തോടുകൂടി ജീവിപ്പാൻ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ ക്ഷണനം ഈ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഞങ്ങൾ അറിയിക്കുമ്പോ, പ്രിയ സഹോദരങ്ങളെ, ഇത് ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം ദൈവം ഞങ്ങളിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ മുമ്പിൽ ഗ്ലോറി നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ഈ തെരുവ് മീറ്റിംഗിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ ഇത് ഗ്ലോറി വർദ്ധിക്കുന്നതാകയാൽ മനുഷ്യരുടെ മുമ്പിൽ നാണക്കേടെന്ന് തോന്നുന്ന ഈ പദ്ധതിക്ക് ഇതാ ഞങ്ങളുടെ മനസ്സ് തുറക്കപ്പെടുവാനിടയായത്. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നതിന് കാരണമായി തീരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണം, പ്രിയമക്കളെ, നിങ്ങളെ മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ അപ്പന്മാരെയും അമ്മമ്മമാരെയും മരണം ഇവിടുന്ന് നീക്കിയതിന് മുമ്പ് അവർക്ക് ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ മാനവകുലത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ, മാനവകുലത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇതാ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, രാജ്യത്തെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, അത് ആരാ പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ആണ് അത് അറിയിച്ചത്. അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവം നിങ്ങളോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു, ഒരു കുടുംബമായി തീരുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശമാണ്. ഇന്ന് മോളെ നീ നിന്റെ ഭർത്താവോടുകൂടെ, മോനെ നീ നിന്റെ ഭാര്യയോടുകൂടെ, അപ്പനോടും അമ്മയോടും ഒക്കെ കൂടെ ജീവിക്കുന്നു. നാളെ നിന്റെ അപ്പനെയും അമ്മയെയും സെമിത്തേരി കൊണ്ടുപോകും, തുടർന്ന് നിങ്ങളെയും കൊണ്ടുപോകും, നിങ്ങളുടെ മക്കളെയും മരണം കൊണ്ടുപോകും. അതോടുകൂടി ആ ജീവിതം തീർന്നു. എന്നാൽ അങ്ങനെ അവസാനിക്കാതല്ല ദൈവം നമ്മളെ ആ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നിത്യം മരണമില്ലാത്ത ദൈവം
ദൈവത്തോടുകൂടെ ജീവിപ്പാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കാൻ ഓരോരുത്തരെയും ഉത്സാഹിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, മുമ്പ് നീ അന്വേഷിക്കേണ്ടത് വയറിന് വേണ്ടിയുള്ള എന്ത് തിന്നും എന്ത് കുടിക്കും, ശരീരത്തിന് വേണ്ടിയുള്ള എന്ത് ഉടുക്കും എന്നുള്ളതല്ല. മുമ്പേ ദൈവത്തോടുകൂടെ ജീവിക്കാൻ അന്വേഷിക്കുക, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതോടുകൂടെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നുള്ള ചേർത്ത് നൽകപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോ ഇത്രയും നേരം ഇതിലൂടെ സംസാരിച്ചതാണ് യേശുക്രിസ്തു ഇവിടെ പ്രസംഗിച്ച സുവിശേഷം. ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു അവസരം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് യേശു പറഞ്ഞ സുവിശേഷം വിശ്വസിക്കും. എന്നാൽ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിച്ച് ഇവിടെ കുറച്ച് അടിയും ഇടിയും പിടിയും ഒക്കെ ആയി എങ്ങനെ ജീവിച്ചാലും മരണം ഞങ്ങളെ കൊണ്ടുപോകും. ഇതാ ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ പഠിച്ചു, 10ാം ക്ലാസ് വരെ പഠിച്ചു, ഞാൻ +2 പഠിച്ചു, തുടർന്ന് എന്നാ ഡിഗ്രിയും PG ഒക്കെ പഠിച്ചു, അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് കയറി. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ കണ്ണ് മങ്ങി, ഞങ്ങളുടെ കാലുവേദന, മുട്ടുവേദന, ഞങ്ങളുടെ ചെവി വേദന, ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെന്നുള്ള അറിവ് കിട്ടി. പഴയതുപോലെയൊന്നും മതിൽ കയറാൻ പറ്റുന്നില്ല, മരത്തെ കയറാൻ പറ്റുന്നില്ല, പഴയതുപോലെയൊന്നും മുട്ടമടങ്ങുന്നില്ല, നടുവുമടങ്ങുന്നില്ല, മരണം ഞങ്ങളെ കൊണ്ടുപോവുകയാണെന്നുള്ള അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരുടെ കൂടെ ജീവിച്ച് കൂടെ ജീവിച്ചവരെല്ലാവരും സ്ഥലത്തേരിക്കടിയിലായി, മണ്ണിന്റെ അടിയിലായി, അവരെ പലരും ചിതയിലായി. ഇനി ഞങ്ങളും അതിലേക്ക് പോകും. അതിനു മുമ്പ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞൊരു ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ, ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു അവസരം, അതെടുത്താൽ അതിലേക്ക് കയറാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഫില്ല് ചെയ്യേണ്ടത്, ഏത് ക്യൂലാണ് നിൽക്കേണ്ടത്, ഏത് പള്ളിയിലാണ് ചെല്ലേണ്ടത്, ഏത് മലയാണ് കയറേണ്ടത്, എവിടെ കിടന്നാണ് ഉരുളേണ്ടത്, എന്നൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ പ്രിയ മകനെ, പ്രിയ മകളെ, ഈ ഇൻവിറ്റേഷൻ ഇത് സ്വീകരിക്കാൻ മല കയറേണ്ട, ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട, ഒരു മതത്തിലും നീ ചേരേണ്ട. കാരണം ദൈവം മതത്തിന്റെ ആളല്ല, ദൈവത്തിന് മതമൊന്നുമില്ല, നമുക്കാണ് മതം. ദൈവത്തെ അന്വേഷിച്ചുള്ള മനുഷ്യന്റെ യാത്രയാണ് മതം. എന്നാൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് രാജ്യത്തെ സുവിശേഷം. അതായത് തന്നോടുകൂടെ ദൈവത്തോടുകൂടിയുള്ള ജീവിതം. അതിലേക്ക് പ്രവേശിക്കാൻ നീ ആഗ്രഹിച്ചത് തന്നെ നന്മയാണ്. ഇനി അതിലേക്ക് കടക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മളെ മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് രക്ഷിച്ചെങ്കിലേ കഴിയും. കാരണം പാപത്തോട് ദൈവത്തിന് ബന്ധപ്പെട്ടു പോകാൻ കഴിയില്ല. പാപം ചെയ്ത ആദ്യ കുടുംബത്തെ ദൈവ സാന്നിധ്യത്തിന് പുറത്താക്കി. ഈ പാപം നിമിത്തമാണ് മരണം കടന്നു വന്നിരിക്കുന്നത്. ഈ പാപത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ, പാപം ചെയ്ത ദേഹി മരിക്കണം. പാപത്തിന് ശമ്പളമാണ് മരണം. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം തന്റെ സ്നേഹം പ്രകടമാക്കി തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു എന്ന പേരിൽ ആ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. ആ പാപങ്ങൾക്ക് വേണ്ടി യാഗമായിട്ട് നമ്മുടെ ലക്ഷ്യമായ സ്വർഗസ്ഥ പിതാവോടുകൂടെ ആ ദൈവ കുടുംബത്തിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ഇതാ പാപത്തിന് വേണ്ടി, നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക്, ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഒരു വഴി, ഒരു മാർഗം ഒരുക്കി. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി വേറെ ഒരു നാമം നൽകപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതിന്റെ അകത്ത് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഏക വഴിയും മാർഗവും ക്രിസ്തു മാത്രമാണ്. മനുഷ്യനെ പാപത്തെ രക്ഷിപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, ആ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും സ്വർഗീയ പിതാവ് അയച്ചിട്ടാണ് ഇവിടെ കടന്നു വന്നതെന്നും, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയരട്ടെ. യേശുവേ, അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എന്റെ രാജാവായി, എന്റെ കർത്താവായി കടന്നു വരണമേ, എന്റെ സ്വർഗത്തിലേക്ക് എന്നെ വഴി നടത്തണമേ എന്ന് പ്രിയ മകനെ, പ്രിയ മകളെ, നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച വാഗൊണ്ട് ഏറ്റു പറയുന്നുവെങ്കിൽ ഇതാ തുടർന്നുള്ള കാലം ആ യേശുവിനെ അനുസരിച്ച് അനുഗമിക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദൈവ കുടുംബത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നിനക്ക് അവസരമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോ
ഈ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിൽക്കുന്ന അപ്പോൾ തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ അറിയിക്കുകയാണ്, ഓൺലൈനിലായിരിക്കുന്ന വ്യക്തികളെ അറിയിക്കുകയാണ്. പ്രിയ മകനെ, പ്രിയ മകളെ, ഈ സന്ദേശം തള്ളിക്കളയരുതേ എന്ന് ഓർപ്പിക്കുകയാണ്. ഇത് സർവ്വ ജാതികൾക്കും സർവ്വരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി എല്ലായിടത്തും അറിയിക്കുമ്പോൾ അതിന്റെ ഭാഗമായാണ് ഈ ദേശത്ത് ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നത്. ഇത് ക്രിസ്തുവായിരുന്നു ഇത് അറിയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ക്രിസ്തുവിന് പകരം സ്ഥാനപതികളായി നിന്നുകൊണ്ട് ഇതാ ദൈവം ഞങ്ങളിലൂടെ നിങ്ങളോട് ഇപ്പോൾ ഇത് പ്രബോധിപ്പിക്കുകയാണ്. ഇത് കേട്ട് ഇത് വിശ്വസിച്ച് യേശുവെ അനുഗമിച്ചനുസരിച്ച് ദൈവ കുടുംബത്തിന്റെ ഭാഗമാകുവാൻ നിങ്ങളെ ഏവരെയും ഓർപ്പിക്കുകയാണ്. ഇപ്പോ മറ്റൊരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, നിങ്ങളുടെ അടുക്കൽ 2 നോട്ടീസ് കൊടുത്തവർ നൽകിയിട്ടുണ്ട്. അതിലൊന്നൊരു ട്രാക്റ്റാണ്. ഞങ്ങൾ ഇവിടുന്ന് മതി കഴിയുമ്പോൾ ഈ രാജ്യത്ത് സുവിശേഷം പറഞ്ഞത് നിങ്ങളും മറക്കും, ഈ അന്തരീക്ഷവും മറക്കും. എന്നാൽ ആ പേപ്പറിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ പേപ്പർ വളരെ സ്മാർട്ടാണ്, അതൊന്നും മറക്കത്തില്ല. നിങ്ങൾക്കത് വീണ്ടും വീണ്ടും വായിച്ച് ദൈവത്തിന്റെ മാനവികത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്ത എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്തെന്ന് മനസ്സിലാക്കാം. അതോടെ മറ്റൊരു നോട്ടീസും ഉണ്ട്. ഇവിടെ എറണാകുളത്ത് പ്രാർത്ഥനാലയം പുക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്ത്, പഞ്ചായത്ത് റോഡ് എന്ന സ്ഥലത്ത് ഉള്ള ഒരു പ്രാർത്ഥനാലയം എന്ന ധ്യാനകേന്ദ്രമുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്നു. അവിടെ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന വചന ധ്യാനമുണ്ട്. പ്രത്യേകിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് കൂടുതലായി അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ, പ്രിയമക്കളെ, നിങ്ങൾ അവിടെ കടന്നു വരുന്നുവെങ്കിൽ ഒരാഴ്ച അവിടെ താമസിച്ച് ഭക്ഷണവും പാർപ്പിടവും എല്ലാം അവിടെ തന്നെ ദൈവത്തോടുകൂടെ ഈ ലോകത്തിന്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിറങ്ങുന്ന സമയം ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അങ്ങോട്ട് കടന്നു വന്നാട്ടെ. അങ്ങനെ ദൈവം തരുന്ന സന്തോഷവും സമാധാന ഐശ്വര്യമൊക്കെ പ്രാപിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ അവിടെ സഹായിക്കുവാനായിട്ട് ഇടയാകും. ഈ ശുശ്രൂഷയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നോട്ടീസിന്റെ താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ടെലിഫോൺ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അടുത്ത ധ്യാനം 2025 ജനുവരി 6 തുടങ്ങുകയാണ്. നിങ്ങൾ ഏവരെയും ഹാർദവമായിട്ട് ക്ഷണിക്കുകയാണ്. അവിടെ കടന്നു വന്നാട്ടെ. മരണം നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മളെ മരണമില്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആ ക്രിസ്തുവോട് ചേർന്ന് നമുക്കും ക്രിസ്തുവെ അനുഗമിച്ച് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ നമുക്കും ചെല്ലാം. ധൂർത്തപുത്രൻ എന്ന് പറയുന്ന കഥാപാത്രം ബൈബിളിലുണ്ട്. ആ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെന്നു വളരെ സന്തോഷകരമായി ജീവിച്ചതുപോലെ നമുക്കും ആ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് ക്രിസ്തു യേശുവിനോട് യാത്രയാകാം. ആ ക്രിസ്തു അല്ലാതെ വേറൊരു വഴിയില്ല, വേറൊരു സത്യമില്ല, വേറൊരു ജീവനില്ല. അപ്പോൾ നമ്മുടെ ഏക ജീവന്റെ മാർഗം ക്രിസ്തുവാണ്. ആ ഏക ജീവന്റെ വഴി ക്രിസ്തുവാണ്. ആ ക്രിസ്തു അവന് സത്യം സ്വീകരിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഒരു വിധത്തിലായിരിക്കും മറ്റൊരു വിധത്തിൽ പോഷ്കാണ്. ആ സത്യം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സത്യ പിതാവിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ഫ്ലോട്ടിംഗ് ക്രൗഡിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ദേശത്ത് ജോലി ചെയ്യുന്ന, വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന, കട നടത്തുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും അവരുടേതായ സ്ഥാപനങ്ങളെയും അവർക്കുള്ളതിനെല്ലാം അനുഗ്രഹിക്കുന്നു അങ്ങയുടെ നാമത്തിൽ. ഇവർ നിത്യം ഒരു അനുഗ്രഹമാകട്ടെ. ഈ അനുഗ്രഹം അപ്പൊ അവരുടെ എല്ലാവിധ കർത്താവ് നിത്യമായ കഷ്ടതയിൽ നിന്നും താൽക്കാലിക കഷ്ടതയിൽ നിന്നും അവരെ വിടുവിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമത്തിൽ ഈ ദേശത്തെ ഈ ജനതകൾ അനുഗ്രഹിക്കുന്നത് ഒരു നിത്യ ഒരു അനുഗ്രഹമായി തീരട്ടെ. In the name of Jesus Christ. നന്ദി, നമസ്കാരം.